എല്ലാവർക്കും നമസ്കാരം. ന്യൂസ് പൾസിലേക്ക് സ്വാഗതം. വരുന്ന ദശകത്തിനുള്ളിൽ തന്നെ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് കണക്കുകൾ പ്രവചിക്കുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് കൂടുകയും ചൈനയുടേത് തളരുകയും ചെയ്യുന്നു. ഇതിൽ നമ്മൾ ഒരുപാട് അഭിമാനിക്കുന്നുവെങ്കിലും താഴേക്കിടയിലേക്ക് നോക്കുമ്പോൾ തൊഴിലില്ലായ്മ അതിഭീകരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. കണക്കുകൾ കടലാസിൽ വരുമ്പോൾ മറുവശത്ത് യാഥാർത്ഥ്യം പകൽ പോലെ വ്യക്തമാകുകയാണ്. ഇതിനെക്കുറിച്ച് നിരവധി വിദഗ്ധരുടെ ധാരാളം വിശകലനങ്ങൾ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയുടെ പരമാർത്ഥത്തിലേക്ക് ഒന്നെത്തി നോക്കാം. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക മുന്നേറ്റത്തിൻ്റെ പ്രധാന ഘടകമാണ് അവിടുത്തെ തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വർദ്ധിച്ച ജനപ്പെരുപ്പവും സാമൂഹിക സാമ്പത്തിക കാര്യങ്ങളിലുള്ള വ്യത്യാസങ്ങളും തൊഴിലില്ലായ്മ നിരക്ക് കൂട്ടുകയാണ്. മികച്ച തൊഴിൽ വൈദഗ്ധ്യമുള്ളവരുടെ കുറവ്, വിദ്യാഭ്യാസത്തിലെ നിലവാര തകർച്ച എന്നിവയും തൊഴിലില്ലായ്മയ്ക്ക് കാരണമായി വരുന്നുണ്ട്. 2016 നോട്ട് നിരോധനം, കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധി എന്നിവ വ്യവസായ രംഗത്ത് വലിയൊരു തിരിച്ചടിയായി. ഇതിൽ നിന്നൊക്കെ രാജ്യം കരകയറി വരുന്ന സന്ദർഭമാണിത്. സ്വകാര്യ മേഖലയിൽ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. നഗരപ്രദേശങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിലുള്ളവരെക്കാളും തൊഴിൽ രഹിതരുടെ എണ്ണവും കൂടുകയാണ്. ഒരു വലിയ ജനസംഖ്യയ്ക്ക് ആവശ്യമായ തൊഴിൽ നൽകുവാൻ കഴിയുന്ന സംരംഭങ്ങളുടെ എണ്ണം ഇന്ത്യയിൽ ഇപ്പോൾ വളരെ കുറവാണ്. അത്തരം സംരംഭങ്ങൾ അത് വൻകിട ചെറുകിട വ്യവസായങ്ങളോ ഫാക്ടറികളോ മറ്റു കാർഷിക ഗാർഹിക ഉൽപ്പന്ന നിർമ്മാണത്തിലോ ഇവിടെയൊക്കെ ആവശ്യമായ പണി അറിയാവുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജോലികളെക്കാളും കൂടുതൽ വിദഗ്ധരായ തൊഴിലാളികളെ ആവശ്യമുള്ളത് മറ്റു മേഖലകളിലാണ്. ഉന്നത വിദ്യാഭ്യാസം നേടിയവരിൽ അവർക്ക് അനുയോജ്യമായ മികച്ച വേതനം ലഭിക്കുന്ന ജോലികളും കുറവാണ്. വിദ്യാഭ്യാസം കുറഞ്ഞ, തൊഴിൽ പരിശീലനം ലഭിക്കാത്തവർ കിട്ടുന്ന ജോലി എന്തും ചെയ്യുന്നു എന്നതും മറ്റൊരു യാഥാർത്ഥ്യം. രണ്ട് തരത്തിലുള്ള ജോലികളാണ് പൊതുവെ ഇന്ത്യയിലുള്ളത്: ശമ്പളം വാങ്ങുന്നതും സ്വന്തം സംരംഭങ്ങളും. ദിവസവരുമാനത്തിലോ മാസവരുമാനത്തിലോ തൊഴിലുടമയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് ആദ്യത്തേതിൽ വരുന്നത്. രണ്ടാമത്തേതിൽ തൊഴിലുടമയും സ്വന്തം സംരംഭങ്ങളുടെ ഭാഗമായി പണിയെടുക്കുന്നു. ഇതിൽ മികച്ചതായി കരുതുന്നത് ഉയർന്ന ശമ്പളം വാങ്ങുന്ന സ്ഥിര വരുമാനമുള്ള ജോലികളാണ്. അത് സർക്കാർ, പൊതുമേഖല, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലാണ് ലഭിക്കുന്നത്. എല്ലാ ജോലികളും ദിവസക്കൂലി അടിസ്ഥാനത്തിൽ തന്നെയാണ്. എന്നാൽ എല്ലാ തൊഴിലുകളെയും ഒരു ജോലിയായി കണക്കാക്കുവാനും കഴിയില്ല. ശമ്പളം ലഭിക്കുന്ന ജോലികൾ കിട്ടാത്തവർ മറ്റു മേഖലയിലേക്ക് തിരിയുകയും ചെയ്യുന്നു. ഇതിനനുസരിച്ചുള്ള അവസരങ്ങളുടെ കുറവാണ് തൊഴിലില്ലായ്മയുടെ എണ്ണം പെരുകുന്നതിന് പ്രധാന കാരണം. ശമ്പളം ലഭിക്കുന്ന ജോലികൾ ലഭിക്കുന്നവരുടെ എണ്ണത്തിലും കാലാനുസൃതമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ഒരു നിശ്ചിത ലക്ഷ്യത്തിലുള്ള ഉൽപ്പന്നമോ സേവനമോ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ തൊഴിലാളികളുടെ എണ്ണമാണ് തൊഴിലവസരങ്ങൾ ഒരുക്കുന്നത്. വിപണിക്ക് ആവശ്യമായ തരത്തിൽ ഉൽപ്പന്നം നൽകുവാനായി തൊഴിലുടമകൾക്ക് എത്ര തൊഴിലാളികൾ ആവശ്യമായി വരുന്നു എന്നതും പ്രധാനം. വളരെ കുറച്ച് തൊഴിലാളികളെ ഉപയോഗിച്ച് ഉൽപ്പന്നം അതെന്തുമായിക്കൊള്ളട്ടെ നിർമ്മിക്കാനായിരിക്കും തൊഴിലുടമ ശ്രമിക്കുന്നത്. ഇതും തൊഴിലില്ലായ്മയ്ക്ക് കാരണമാകുന്നുണ്ട്. ഒരു രാജ്യത്ത് സാമ്പത്തിക രംഗത്ത് വളർച്ച ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ഉൽപ്പാദനവും തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണവും കൂടേണ്ടതാണ്. എന്നാൽ ഇന്ത്യയിൽ അത് സംഭവിക്കുന്നില്ല. ഉൽപ്പാദനം കൂടുന്നുണ്ട്, എന്നാൽ തൊഴിലാളികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്നില്ല. ഉള്ള തൊഴിലാളികൾ തന്നെ കൂടുതൽ പണിയെടുക്കുന്നു എന്നും മനസ്സിലാക്കാം. പരമാവധി തൊഴിലാളികളുടെ എണ്ണം കുറച്ച് കൂടുതൽ ഔട്ട്പുട്ട് സൃഷ്ടിക്കുവാനുള്ള സംവിധാനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. മറ്റു വികസിത രാജ്യങ്ങളിലെ പോലെയല്ല ഇവിടുത്തെ തൊഴിലാളികളുടെ എണ്ണത്തിലെ വളർച്ച. നമ്മുടെ വാർഷിക വളർച്ച കൂടുമ്പോഴും അത് തൊഴിൽ രംഗത്ത് പ്രതിഫലിക്കുന്നില്ല. ആവശ്യമായ സ്കില്ലുള്ളവരെ വളർത്തിയെടുത്ത് പരിശീലനം നൽകി ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ തൊഴിൽ രംഗത്തും അത് പ്രതിഫലിക്കുകയുള്ളൂ. ഏത് മേഖലയിലാണ് രാജ്യത്ത് വളർച്ച ഉണ്ടാകുന്നത് എന്നത് പരിശോധിച്ചാൽ, ഏത് മേഖലയിലാണ് രാജ്യത്ത് വളർച്ച ഉണ്ടായത് എന്ന് പരിശോധിച്ചാൽ അത് ദിവസക്കൂലിക്ക് ജോലിയെടുക്കുന്ന തൊഴിലാളികളുള്ളയിടത്ത് അല്ല എന്ന് കാണാം. സർക്കാർ ശമ്പളം വാങ്ങുന്നവരും സ്വകാര്യ രംഗത്ത് ശമ്പളം വാങ്ങുന്നവരും കോർപ്പറേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും സാങ്കേതിക IT മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായി താരതമ്യം ചെയ്താൽ അതിനേക്കാൾ 10 മടങ്ങാണ് സാധാരണ ജോലികൾ ദിവസക്കൂലിക്ക് ചെയ്യുന്നവരുടെ എണ്ണം. അവരുടെ എണ്ണം രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ കണക്കാക്കപ്പെടുന്നേയില്ല. ഇനി ഇതിനെന്താണ് പരിഹാരമെന്ന് നോക്കിയാൽ നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സാധാരണക്കാർക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കുവാനുള്ള പ്രത്യേക നയങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട്. വൻ മൂലധന നിക്ഷേപം ലഭിക്കുന്ന മേഖലകളോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് അവസരം ലഭിക്കുന്ന മേഖലയിലും നയങ്ങൾ രൂപീകരിക്കണം. സേവന മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കണം. സാധാരണക്കാർക്ക് നേരിട്ട് തൊഴിൽ ചെയ്യുവാൻ അവസരം ലഭിക്കുന്ന ടൂറിസം, കരകൗശലം, മറ്റു ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ എന്നിവയിലെല്ലാം പ്രോത്സാഹനമുണ്ടാകണം. കൂടുതൽ സാങ്കേതിക പരിശീലനവും മറ്റു സ്കിൽ ഡെവലപ്മെൻറ്റ് പദ്ധതികളും ഊർജിതമായി നടപ്പിലാക്കണം. കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്ന സംരംഭകരെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുക്കുവാൻ സർക്കാരുകൾ ഇളവുകൾ നൽകണം. ചെറുകിട വ്യവസായങ്ങൾ
നിർമ്മാണങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ അവസരങ്ങളും കൊടുക്കണം. ചെറുകിട സംരംഭകർ, കൂട്ടായ്മകൾ എന്നിവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായവും പരിശീലനവും അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുവാനുള്ള സംവിധാനവും സർക്കാർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി നടപ്പിലാക്കണം. ജനസംഖ്യാ വർധനവിനനുസരിച്ച് നോക്കിയാൽ ഇന്ത്യയിൽ മറ്റേതു രാജ്യങ്ങളെക്കാൾ യുവാക്കളുടെ എണ്ണം കൂടുതലാണ്. അത് വലിയൊരു നേട്ടമാണ്. അതിനെ ശരിയാവണ്ണം ഉപയോഗപ്പെടുത്തിയാൽ രാജ്യത്തിൻ്റെ പുരോഗതിയിലെ നിർണായക ശക്തിയാകും. ഇന്ത്യയുടെ തനതായ സാമൂഹ്യസ്ഥിതിയും സാഹചര്യങ്ങളും മനസ്സിലാക്കി ഓരോ പ്രദേശത്തിനും യോജിച്ച തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കേണ്ടതാണ്. പുറമേ വലിയൊരു സാമ്പത്തിക കുതിപ്പ് രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഗുണം സാധാരണക്കാരിൽ എത്തുന്നുണ്ടോ എന്ന സൂക്ഷ്മമായ പരിശോധന നടത്തേണ്ട സമയമാണിത്. ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ജനങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുക്കണം. ഇന്ത്യയുടെ ആത്മാവായ ഗ്രാമങ്ങളിലെ കോടിക്കണക്കിന് സാധാരണക്കാരായ കർഷകർക്ക് അവരുടെ അധ്വാനത്തിന് ചൂഷണമില്ലാതെ ന്യായമായ പ്രതിഫലം ലഭിച്ചാൽ തന്നെ തൊഴിലില്ലായ്മയ്ക്ക് വലിയൊരു അളവ് വരെ കുറവുണ്ടാകും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക. നന്ദി, നമസ്കാരം.